മുംബൈ അറ്റാക്ക്, പുൽവാമ അറ്റാക്ക്, 1993 ബോംബെ സ്ഫോടനങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിനും പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും രാജ്യസുരക്ഷ സേഫ് ഗാർഡ് ചെയ്യുന്നതിനും പ്രതിരോധ മേഖലയുടെ റോൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഒരു ബജറ്റ് നീക്കി വെക്കാറുണ്ട്. 2023-24 യൂണിയൻ ബജറ്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് 5.94 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിരുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2022-23 ഇത് 5.25 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. അതായത് 13% വർധനവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിഫൻസ് ബജറ്റാണ് നമ്മുടേത്. അതേസമയം ഡിഫൻസ് ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടറും ആയിരുന്നു. ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി, അതുപോലെ ആംഡ് ഫോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ് തദ്ദേശീയമായി വികസിപ്പിക്കണം എന്നതിൽ പ്രധാനമന്ത്രി കൊടുത്ത ഊന്നൽ എന്നിവ കാരണം ഇന്ത്യയുടെ ഇറക്കുമതി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് കാരണം എക്യുപ്മെന്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ ഫോറിൻ റോ മെറ്റീരിയലുകളെ വളരെ കുറച്ചു മാത്രം ഇന്ത്യൻ കമ്പനികൾക്ക് ആശ്രയിച്ചാൽ മതി. ഇത് ചിലവ് കുറയ്ക്കുകയും ലാഭം കൂട്ടുകയും ചെയ്യും. ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന കുറവ് ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊഡക്ഷൻ കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും അത് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി വളരാൻ സഹായിക്കുകയും ചെയ്യും. ആത്മനിർഭർ ഭാരത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ഒരു കമ്പനിയുണ്ട്. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗിലും അതിൻ്റെ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലും സ്പെഷ്യലൈസേഷനുള്ള ഒരേ ഒരു ഇന്ത്യൻ കമ്പനി. നമ്മൾ ഏത് കമ്പനിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL. ഡിഫൻസ് സെക്ടറിൽ തദ്ദേശീയമായ മാനുഫാക്ചറിംഗ് എന്ന ഗവൺമെന്റിന്റെ ഫോക്കസ് കൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഷെയർ പ്രൈസിൽ ഒരു വൻ കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ഷെയറുകൾ തുടർന്ന് അങ്ങോട്ടും ഉയരത്തിൽ തന്നെ പറക്കാൻ സാധ്യതയുണ്ടോ? ഒരു ഗുഡ് മോണോപോളിസ്റ്റിക് പൊസിഷൻ ഉണ്ട് എന്നിരിക്കെ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഈ കമ്പനിയുടെ ഫ്യൂച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കാം? നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എല്ലാ ആഴ്ചയും ഗ്രോ മോണോപോളി സീരീസിലൂടെ മോണോപോളിസ്റ്റിക് കമ്പനികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻപത്തെ വീഡിയോസും നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ പല വീഡിയോകളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററീസിൽ ഒന്നാണ് ഇന്ത്യയുടേത്. ആൻഡ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്നത് രാജ്യത്തെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നിലവിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടർ മാർക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് $11.3 ബില്യൺ ആണ്. മിലിറ്ററി, ഫിക്സഡ് വിങ്, നേവൽ വെസൽസ് ആൻഡ് സർഫസ് കോമ്പാറ്റൻസ് ആൻഡ് മിസൈൽസ് ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത്. എന്നിവയാണ് ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലാർജസ്റ്റ് മാർക്കറ്റ് കാറ്റഗറീസ്. 2025 ആകുമ്പോഴേക്കും $25 ബില്യൺ ടേൺ ഓവർ നേടണം എന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ $5 ബില്യൺ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പോർട്സും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 5 മുതൽ 6 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 6 മടങ്ങ് വളർന്നിട്ടുണ്ട്. 75-ൽ അധികം രാജ്യങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2021 $10.9 ബില്യൺ നിന്നും ഫിനാൻഷ്യൽ ഇയർ 2022 ആകുമ്പോൾ $11.85 ബില്യൺ ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് സെക്ടർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ കാരണം ഇന്ത്യയുടെ ഡിഫൻസിലുള്ള എക്സ്പെൻഡിച്ചർ ഇനിയും വർദ്ധിക്കും എന്ന് ഒരു സംശയവും വേണ്ട. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിർത്തി പ്രശ്നങ്ങൾ കാരണം രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കുന്നതിനായിട്ട് ടെക്നിക്കൽ കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്ന അടിസ്ഥാനപരമായ ആവശ്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. മിലിറ്ററി ഇൻഡസ്ട്രിയെ സ്ട്രോങ് ആക്കാനുള്ള എഫേർട്ടിൻ്റെ ഭാഗമായി ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെൻറ്റ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് അലൗ ചെയ്തിരിക്കുന്നു. അതും ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ 74% വരെ. എന്താണ് ഈ ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് റൂട്ട്, അതുപോലെ ഗവൺമെൻറ് റൂട്ട്. ഇത് രണ്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് റൂട്ട് ആകുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് നിക്ഷേപം നടത്താൻ
നടത്താൻ RBIയുടെയോ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ അനുമതി വേണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. സിവിൽ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും അവയുടെ എഞ്ചിനുകളും ആക്സസറീസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി എന്ന നിലയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ആയിരിക്കും ആത്മനിർഭർ ഭാരത് ഇനീഷ്യേറ്റീവിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന കമ്പനികളിൽ ഒന്ന്. ഇത് അവരുടെ ഓർഡർ ബുക്കിലും കാണാൻ സാധിക്കും. ഓർഡർ ബുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 84,000 കോടി രൂപയിലാണ്. 55,000 കോടി രൂപ മൂല്യം വരുന്ന ഓർഡറുകൾ വരാനുമുണ്ട്. ഈ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അതിന്റെ കസ്റ്റമേഴ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള എന്നാൽ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഓർഡറുകളുടെ കണക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഇൻഡസ്ട്രിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഈ കമ്പനി എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ HAL എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയാണ്. ഇത് സ്ഥാപിക്കുന്നത് 1940ലാണ്. കഴിഞ്ഞ 80 വർഷങ്ങളോളമായിട്ട് ഇന്ത്യൻ എയറോസ്പേസ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആണ് ഈ കമ്പനി. വളരെയധികം ദീർഘവീക്ഷണശാലിയായ വാൽചന്ദ് ഹിരാചന്ദ് ദോഷി എന്ന മനുഷ്യൻ 1940 ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ലാൻഡ്സ്കേപ്പിൽ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയും ഇന്ത്യയിലേക്ക് ടെക്നോളജിയും ഇന്നോവേഷനും കൊണ്ടുവരുന്നതിൽ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അദ്ദേഹം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് കമ്പനി സ്ഥാപിക്കുകയുണ്ടായി. 1941 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒന്നാവുകയും 1942 കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. 1951 HAL ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവിഷന് കീഴിൽ വന്നു. പിന്നീട് 1963 പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി MiG-21 എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് സ്ഥാപിക്കുകയുണ്ടായി. 1964 എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡിനെയും ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് കമ്പനിയെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആക്കി മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. നിലവിൽ HAL എയർക്രാഫ്റ്റ്സ്, ഹെലികോപ്റ്റേഴ്സ്, എയറോ എഞ്ചിൻസ്, ഏവിയോണിക്സ്, ആക്സസറീസ്, എയറോസ്പേസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മറൈൻ ഗ്യാസ് ടർബൈൻസ് എന്നിവയുടെ ഡിസൈൻ, ഡെവലപ്മെന്റ്, മാനുഫാക്ചർ, റിപ്പയർ, ഓവർഹോൾ, അപ്ഗ്രേഡ് ആൻഡ് സർവീസിംഗ് എന്നീ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. 5 കോംപ്ലക്സുകളായിട്ടാണ് കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ കോംപ്ലക്സ്, മിഗ് കോംപ്ലക്സ്, ഹെലികോപ്റ്റർ കോംപ്ലക്സ്, ആക്സസറീസ് കോംപ്ലക്സ് ആൻഡ് ഡിസൈൻ കോംപ്ലക്സ്. ഇവയിലെല്ലാം കൂടിയായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ 20 പ്രൊഡക്ഷൻ ഡിവിഷൻസ്, 10 റിസർച്ച് ആൻഡ് ഡിസൈൻ സെന്റേഴ്സ് എന്നിവയും ഉണ്ട്. HAL നിലവിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഇനി പറയാം. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ്, ഡോർണിയർ ഡു 228 ലൈറ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ആൻഡ് light utility helicopter along with associated engines, avionics and accessories. ഇതിനു പുറമെ Su-30 MKI എയർക്രാഫ്റ്റ്, ഹൗക്ക് അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ, ചേതക് ആൻഡ് ചീതൽ ഹെലികോപ്റ്റേഴ്സ് എന്നിവയുടെ പ്രൊഡക്ഷൻ ലൈനും അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെ ഏറ്റവും അടുത്ത ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് HTT-40 ബേസിക് ട്രെയിനർ യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മെരിടൈം കൂടിയാണ്. ഇതൊരു ഹയർ വേരിയന്റ് ഓഫ് LCA ആൻഡ് കോംബാറ്റ് എയർ സ്ട്രീം സിസ്റ്റമാണ്. നിലവിൽ ഈ കമ്പനിയുടെ പ്രധാന സപ്ലൈയും സർവീസസും ഇന്ത്യൻ ഡിഫൻസ് സർവീസസിനാണ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ്. മറ്റു ചില ക്ലയൻറ്റുകൾ ആരൊക്കെയാണെന്ന് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് കമ്പനി പൈസ ഉണ്ടാക്കുന്നത്? ബേസിക്കലി കമ്പനിക്ക് 2 സെഗ്മെന്റുകളുണ്ട്. മാനുഫാക്ചറിംഗ് സെഗ്മെന്റും ROH അഥവാ റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്ന സെഗ്മെന്റും. ഫിനാൻഷ്യൽ ഇയർ 2022 കമ്പനിയുടെ റവന്യൂവിന്റെ 63% വന്നിരിക്കുന്നത് റിപ്പയർ ആൻഡ് ഓവർഹോളിൽ നിന്നുമാണ്. ഏതാണ്ട് 30% വന്നിരിക്കുന്നത് മാനുഫാക്ചറിംഗിൽ നിന്നുമാണ്. പിന്നെ ഒരു 6% വന്നിട്ടുള്ളത് ഡെവലപ്മെന്റിൽ നിന്നും, 1% എക്സ്പോർട്ടിൽ നിന്നുമാണ്. ഡിഫൻസിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരിക എന്ന ഗവൺമെന്റിന്റെ ഫോക്കസ് വന്നതോടുകൂടി HALന് പുതിയ പ്രൊജക്ടുകളുടെ വൻ നിര തന്നെ വരികയുണ്ടായി. 2022 ഹെലികോപ്റ്റർ എഞ്ചിനുകളുടെ ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് സപ്പോർട്ട് എന്നിവയ്ക്കായിട്ട് സഫ്രാൻ ഹെലികോപ്റ്റർ എഞ്ചിൻസ് എന്ന ഫ്രഞ്ച് മാനുഫാക്ചറുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങാൻ HAL ധാരണാപത്രം ഒപ്പുവെക്കുകയുണ്ടായി. 2022 തന്നെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ടും ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. ഇത് സിവിൽ പാസഞ്ചർ എയർക്രാഫ്റ്റിനെ മൾട്ടി മിഷൻ ടാങ്കർ എയർക്രാഫ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. 2023 ഫെബ്രുവരി 27 ഒരു പുതിയ വേരിയന്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് ഹിന്ദുസ്ഥാൻ 228-201 LWനുള്ള അനുമതി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നും കിട്ടുകയുമുണ്ടായി. കൂടാതെ ഈ അടുത്ത് UAEയുടെ ഡിഫൻസ് എക്സ്പോയിൽ വെച്ച് അബുദാബി ഡിഫൻസ് ഫേം HALുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. ഈ ഫെബ്രുവരിയിൽ മറൈൻ ഗ്യാസ് ടർബൈൻ മാനുഫാക്ചറിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് GE മറൈനുമായി ഒരു ധാരണാപത്രവും ഈ കമ്പനി സൈൻ ചെയ്യുകയുണ്ടായിരുന്നു. ഈ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ നേരത്തെ പറഞ്ഞ 55,000 കോടിയുടെ ഓർഡറുകൾ വരാനുള്ള 84,000 കോടി രൂപയുടെ ഓർഡർ ബുക്കിൽ വിസിബിൾ ആണ്.
ഇങ്ങനെയൊക്കെയാണെങ്കിലും HALന്റെ റവന്യൂവിൻ്റെ ഭൂരിഭാഗവും വരുന്നത് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് ബജറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഡിഫൻസ് സെഗ്മെന്റിൽ നിന്നുള്ള ഓർഡറുകളുടെ ഒരു സ്റ്റഡി ഫ്ലോ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നിലവിൽ കമ്പനിയുടെ എക്സ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്പോർട്ട്സ് ഇംപ്രൂവ് ചെയ്യുക എന്നതും വളരെ അത്യാവശ്യമാണ്. കമ്പനിക്കുള്ള മറ്റൊരു ചലഞ്ച് വളരെ പ്രധാനപ്പെട്ട മെറ്റീരിയലുകൾക്കായിട്ട് ഫോറിൻ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിനെ ആശ്രയിക്കണം എന്നുള്ളതാണ്. ഇത് ചെലവുകളെയും റവന്യൂവിനെയും ഇമ്പാക്റ്റ് ചെയ്യും. കൂടാതെ ഇന്ത്യയിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ് ലൈനിൽ ഉണ്ടായിട്ടുള്ള റിലാക്സേഷനോട് കൂടി ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ കഴിയും. ഇത് കാരണം തന്നെ ഫോറിൻ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സും ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികളും തമ്മിലുള്ള ഒരു വർദ്ധിച്ച കൊളാബറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് HALന് ഒരു കുത്തകയുള്ളത് ഈ കാര്യത്തിൽ? മറ്റു പ്ലെയേഴ്സ് എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു കയറി വരുന്നില്ല എന്നുള്ള ആ ചോദ്യം. ഒന്നാമതായി, എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റർ മാനുഫാക്ചർ ചെയ്യുക എന്ന ബിസിനസ് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് എല്ലാ കാലത്തും വളരെയധികം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വന്നിട്ടുണ്ട്. വളരെ വലിയ ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റുകളും പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സമയവും ഇവിടെ ആവശ്യമാണ്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ ഒരു എൻട്രി ബാരിയർ തീർത്തു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് സ്ട്രോങ് മാർക്കറ്റ് ലീഡർഷിപ്പ് എന്നിവയിലൂടെ HALന് അവരുടെ റവന്യൂ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് റവന്യൂ കാണിച്ചിട്ടുള്ള വളർച്ച 6.14% എന്ന നിരക്കിലാണ്. ഇൻഡസ്ട്രി ആവറേജ് ആവട്ടെ വെറും 3.5% ആയിരിക്കുമ്പോഴാണ് ഇത് എന്ന് നിങ്ങൾ ഓർക്കണം. മാത്രമല്ല കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 78.02% എന്നതിൽ നിന്നും 87.5% എന്നതിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 2018 നടന്ന ലിസ്റ്റിംഗ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 137% റിട്ടേൺസ് ആണ് ഈ കമ്പനി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പനിയുടെ ഷെയർ പ്രൈസ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്തം വിട്ടു പോകും. കാരണം ഒരു വർഷം കൊണ്ട് 93.9% ആണ് ഇത് വളർന്നത്. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇറക്കുമതി കുറക്കുക, മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കൂടുതൽ ഊന്നൽ നൽകുക എന്നിവയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ആണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഓർഡർ ബുക്കും കൂടെയാണ് ഇതിനുള്ള കാരണം. പിന്നെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ പോളിസി റിഫോംസ് ഗവൺമെൻറ് എടുക്കുന്നു എന്നുള്ളത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻ ആണ്. പിന്നെ ഡിഫൻസ് എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് എന്നിവയുടെ മാനുഫാക്ചറിങ്ങിലുള്ള ഒരേ ഒരു പ്ലെയർ എന്ന നിലയിൽ HALന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സെയിൽസിൻ്റെയും പ്രോഫിറ്റിൻ്റെയും കാര്യത്തിൽ കമ്പനി കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരതയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ലിസ്റ്റിംഗ് തൊട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ കമ്പനിയിൽ വളരെയധികം താല്പര്യം കാണിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവരുടെ ഹോൾഡിംഗ്സിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള അതിൻ്റെ മൊണോപോളി പൊസിഷൻ തുടരാൻ കഴിയുമോ? സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഈ കമ്പനിയുടെ വളർച്ച തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും ഇല്ല. അപ്പോൾ വൺസ് അഗെയിൻ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.